ഹലോ ഫ്രണ്ട്സ്, PSC പഠനം സീരിയസ് ആയി എടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെറുമൊരു ബോറിംഗ് ലിസ്റ്റോ ഫാക്ട്സുകളോ ഒന്നുമല്ല കേട്ടോ. പകരം കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചുള്ള ഒരു പര്യവേക്ഷകന്റെ രസകരമായ ഡയറി കുറിപ്പുകളാണ് നമ്മളിന്ന് തുറക്കാൻ പോകുന്നത്. അപ്പോ ആ കാട്ടുപാതകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ? സത്യം പറയാമല്ലോ, 20-ലധികം വരുന്ന ഈ വന്യജീവി സങ്കേതങ്ങളുടെ പേരുകളും പ്രത്യേകതകളും ഒക്കെ കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണല്ലേ. ശരിക്കും ഒരു കാട്ടിൽ പെട്ടുപോയ അവസ്ഥയാകും പലർക്കും. പക്ഷേ ടെൻഷനടിക്കണ്ട, ഇത് വളരെ ഈസിയായിട്ട് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ മാന്ത്രിക താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരാം. നോക്കിക്കോളൂ, ഇതാണ് ആ സീക്രട്ട് കോഡ്. കലാഭവൻ മണി സ്റ്റേജ് പ്രാങ്ക് കെപ്റ്റ് CBI CPM MP ബാക്ക്. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമല്ലേ? പക്ഷേ ഇതിലെ ആ വലിയ അക്ഷരങ്ങൾ, അതായത് ക്യാപിറ്റൽ ലെറ്ററുകളൊന്ന് ശ്രദ്ധിച്ചേ. അതിലെ ഓരോ ഇംഗ്ലീഷ് അക്ഷരവും കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങളുടെ പേരുകളിലേക്കുള്ള രഹസ്യ വഴിയാണ്. ഫോർ എക്സാമ്പിൾ, K എന്നത് കുമലകത്തെയും M എന്നത് മുത്തങ്ങയെയും സൂചിപ്പിക്കുന്നു. ഈ ഓരൊറ്റ വരി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വെച്ചാൽ മതി, പകുതി ജോലിയും അവിടെ കഴിഞ്ഞു. അധ്യായം 1: പെരിയാർ സങ്കേതം. നമ്മുടെ ഈ കഥയിലെ ആദ്യത്തെ ഹീറോ കേരളത്തിന്റെ കാടുകളിലെ ഈ രാജാവ് തന്നെയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. നിങ്ങൾ PSC പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ തീർച്ചയായും ആവർത്തിച്ച് കേൾക്കുന്ന ഒരു ബേസിക് ചോദ്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? വേറൊന്നുമല്ല, ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതം തന്നെ. പരീക്ഷകളിൽ ഇതൊരു ഷുവർ ഷോട്ട് ചോദ്യമാണ്, ഒരു സംശയവും വേണ്ട. ഇനി പെരിയാറിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു നമ്പറുണ്ട്: 777. അതെ, 777 ചതുരശ്ര കിലോമീറ്റർ. വിസ്തീർണത്തിന്റെ കാര്യമെടുത്താൽ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണിത്. ഓർക്കാൻ ഇതിലും എളുപ്പമുള്ള വേറൊരു നമ്പറുണ്ട് എന്ന് തന്നെ സംശയമാണ്. നമുക്കിതിന്റെ ചരിത്രത്തിലേക്കൊന്ന് പോയി നോക്കാം. 1934 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന പേരിലാദ്യം സ്ഥാപിക്കുന്നത്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രം ഈ കാടിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കുന്നൊരു പോയിന്റാണിത്. ഇനി പരീക്ഷാ ഹാളിൽ നമ്മളെ കൺഫ്യൂഷനിലാക്കുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ലോകപ്രസിദ്ധമായ ശബരിമല എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്. അതുപോലെ ഇതിന്റെ മറ്റൊരു പേരാണ് തേക്കടി വന്യജീവി സങ്കേതം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ലോകബാങ്ക് പിന്തുണയോടെ ഈക്കോ ഡെവലപ്മെന്റ് പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സങ്കേതം കൂടിയാണിത്. ഈ ചെറിയ ഡീറ്റെയിൽസൊക്കെ പ്രത്യേകം ഓർത്തുവെക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അധ്യായം 2: ഭീമന്മാരുടെ സാമ്രാജ്യം. ഇനി നമ്മൾ പോകുന്നത് ആനകളുടെയും കടുവകളുടെയും ഒക്കെ വലിയ താവളങ്ങളിലേക്കാണ്. നോക്കൂ, കേരളത്തിലെ പ്രധാന ആനത്താരകളും കടുവാ സങ്കേതങ്ങളും എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം 1973 സ്ഥാപിതമായ വയനാട് സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ സങ്കേതം മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ആനത്താര കൂടിയാണിത്. കർണാടകയിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമുല എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത്. അവിടെ നിന്ന് നേരെ പാലക്കാട്ടേക്ക് വന്നാൽ 2010 പ്രഖ്യാപിച്ച പറമ്പിക്കുളം കടുവാ സങ്കേതം കാണാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തേക്കുമരമായ ആ പ്രശസ്തമായ കന്നിമാര തേക്ക് ഇവിടെയാണുള്ളത്. ഇനി കുറച്ചുകൂടി തെക്കോട്ട് വന്നാൽ 1958 തുടങ്ങിയ തിരുവനന്തപുരത്തെ നെയ്യാർ വന്യജീവി സങ്കേതമായി. അവിടുത്തെ ലയൺ സഫാരി പാർക്കിനും മുതല വളർത്തൽ കേന്ദ്രത്തിനും ഭയങ്കര ഫേമസാണ് ഈ സ്ഥലം. അധ്യായം 3: പക്ഷി സങ്കേതങ്ങൾ. വമ്പന്മാരെ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി കേരളത്തിലെ ചിറകുള്ള വിസ്മയങ്ങളിലൂടെ ഒരു യാത്രയായാലോ? പക്ഷി നിരീക്ഷകരെ സംബന്ധിച്ച് കേരളം ശരിക്കും ഒരു സ്വർഗമാണ് കേട്ടോ. നമുക്ക് എറണാകുളത്തെ തട്ടേക്കാടിൽ നിന്ന് തന്നെ തുടങ്ങാം. 1983 സ്ഥാപിച്ച ഇത് പ്രശസ്തനായ ഡോക്ടർ സലീം അലിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കൻ ഫ്രോഗ്മൗത്ത് എന്ന അപൂർവ പക്ഷിയാണ് ഇവിടുത്തെ മെയിൻ താരം. അവിടെ നിന്ന് നമ്മൾ കോട്ടയത്തെ കുമരകത്തേക്ക് പോയാലോ? വേമ്പനാട് കായൽ തീരത്ത് സൈബീരിയയിൽ നിന്ന് വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളെ കാണാം. ഇനി 1993 തുടങ്ങിയ പാലക്കാടുള്ള ചൂളനൂർ, അല്ലെങ്കിൽ മയിലാടും പാറ. ആ പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, കേരളത്തിലെ ഏക മയിൽ സങ്കേതമാണിത്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മംഗളവനമാണ്. കണ്ടൽ കാടുകളാൽ നിറഞ്ഞ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പക്ഷിതാവളമാണ്. ഈ മംഗളവനത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ വലിപ്പം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. വെറും 2.74 ഹെക്ടർ. അതെ, കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശങ്ങളിലൊന്നാണിത്. പക്ഷേ ഈ ചെറിയ കാട് നഗരത്തിന് നൽകുന്ന പച്ചപ്പും ശുദ്ധവായുവും ഒട്ടും ചെറുതല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ കൊച്ചിയുടെ ശ്വാസകോശം എന്ന സ്നേഹത്തോടെ വിളിക്കുന്നത്. അധ്യായം 4: അപൂർവ വിസ്മയങ്ങൾ.
നമ്മുടെ ഈ ഡയറിയിലെ അവസാന ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ PSC എക്സാമിനേഴ്സിന് ഏറ്റവും പ്രിയപ്പെട്ട ചില ആവാസ വ്യവസ്ഥകളാണ് ഇനി നാം പരിശോധിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ അതിശയകരമായൊരു വൈരുദ്ധ്യം നമുക്കൊന്ന് നോക്കാം. ഒരേ ജില്ലയിലാണെങ്കിലും ചിന്നാറും കുരിഞ്ചുമലയും പ്രകൃതിയുടെ രണ്ട് തീർത്തും വ്യത്യസ്തമായ മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പാരിസണാണ്. ആദ്യം നമുക്ക് ചിന്നാർ വന്യജീവി സങ്കേതം എടുക്കാം. 1984 സ്ഥാപിതമായ ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. എന്നുവെച്ചാൽ അധികം മഴയൊന്നും ലഭിക്കാത്ത സ്ഥലം. അതുകൊണ്ട് തന്നെ മുള്ളൻ കാടുകളും ഉണങ്ങിയ വനങ്ങളുമാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുക. ഈ വരണ്ട കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട നക്ഷത്രാമകൾക്കും അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ചാര അണ്ണാനും, അതായത് ഗ്രിസ്ൽ ജയന്റ് സ്ക്വിരലിനുമൊക്കെ പേരുകേട്ട ഇടമാണിത്. പിന്നെ പാമ്പാർ നദിയും അതിമനോഹരമായ തൂവാനും വെള്ളച്ചാട്ടവുമൊക്കെ ഈ സങ്കേതത്തിന് വല്ലാത്തൊരു ഭംഗി നൽകുന്നുണ്ട്. എന്നാൽ ചിന്നാറിലെ ആ വരൾച്ചയ്ക്ക് നേരെ വിപരീതമാണ് കേട്ടോ 2006 പ്രഖ്യാപിക്കപ്പെട്ട കുരിഞ്ഞുമല സങ്കേതം. അവിടെ ഉയർന്ന പ്രദേശങ്ങളിലെ ചോല, പുൽമേടുകളാണുള്ളത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നമ്മുടെ ലോകപ്രശസ്തമായ നീലക്കുറിഞ്ഞയെ സംരക്ഷിക്കാനാണ് ഇത് പ്രധാനമായും സ്ഥാപിച്ചത് തന്നെ. പോരാത്തതിന് വംശനാശഭീഷണി നേരിടുന്ന നീലഡിലി താറുകളുടെ ഒരു പ്രധാന ആവാസകേന്ദ്രം കൂടിയാണിത്. എത്ര വലിയ വ്യത്യാസമാണല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് പരീക്ഷകളിലെ സ്ഥിരം വരുന്നൊരു ട്രാപ്പ് ചോദ്യം പറഞ്ഞുതരാം. കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതം 1984 തുടങ്ങിയ ഈ സങ്കേതത്തിനു ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഒരു മരത്തിന്റെ പേരിൽ, ചെങ്കുറിഞ്ഞി എന്ന് പറയുന്ന മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരേയൊരു വന്യജീവി സങ്കേതമാണിത്. കേൾക്കാൻ നല്ല രസമുള്ളൊരു ഫാക്റ്റല്ലേ? അതുപോലെ കേരളത്തിലെ ഏക ഔദ്യോഗിക റിസർവ് വനവും ഇതുതന്നെയാണ്. ഇതൊരിക്കലും മറന്നുപോകരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ നമ്മുടെ ഈ പര്യവേഷകന്റെ ഡയറി നമ്മളിന്ന് വായിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാ മാന്ത്രിക രഹസ്യക്കോഡ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി ഉണ്ടല്ലോ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, പരീക്ഷാ ഹാളിലിരുന്ന് ഈ ഒറ്റ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എത്ര മാർക്കുകൾ അധികമായി നേടാൻ കഴിയും? ഈ ചെറിയ ട്രിക്ക് നിങ്ങളുടെ വലിയ വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പഠനം ഉഷാറായി നടക്കട്ടെ. അപ്പോൾ ഈ ഡയറിയിലെ ബാക്കി രഹസ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.